കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്, നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കണത്. അങ്ങനെ ശ്രീലകത്തേക്ക് നോക്കിയാൽ തന്നെ തിളക്കാം, അത്ര രസമായിട്ടാണ് ചാർത്തിരിക്കണത്. തൃക്കാൽക്കൽ 2 കാലുമിലും പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. കസവിൻ്റെ മഞ്ഞപ്പട്ട് പാളസാർ ബോർഡ് ഞാൻ ഞൊറിഞ്ഞെടുത്ത പോലെ തോന്നും. കളപ്പത്തിന് മുകളിൽ ഇങ്ങനെ കസവ് ഇങ്ങനെ ഒട്ടിച്ചത് നല്ല ഭംഗിയായിട്ട്. അരയിൽ കിങ്ങിണി കാണാണ്ട്, കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ട് മാല, ഒരു മാങ്ങാമാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തൊളുവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇന്ന് ചതുർബാഹുവായിട്ടാണ്, നാരായണനായിട്ടാണ് ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. ശംഖും ചക്രത്തിൻ്റെ സ്ഥാനത്ത് സ്വർണത്തിന് വെച്ചിട്ടുണ്ട്. രണ്ട് കൈകളിലും താമരപ്പൂ പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. മറ്റു 2 കൈകളിൽ അതും സ്വർണത്തിൻ്റെയാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ശംഖും ചക്രം താമരപ്പൂക്കളായിട്ട് നിൽക്കുന്ന പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ സ്വർണ്ണഗോപി, ചെവിയിൽ ചെവിപ്പൂക്കളൊക്കെ ചാർത്തിയിട്ടുണ്ട്. നല്ല മന്ദഹാസത്തോടുകൂടി അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് പൊന്നു ഗുരുവായൂരപ്പൻ. നല്ല സന്തോഷവും കണ്ടാൽ തന്നെ അത്ര രസമായിട്ട് പൊന്നും കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നും കിരീടത്തിൻ്റെ മുകളിൽ വെളുത്തപ്പൂ കൊണ്ടുള്ള 2 തിരുമുടി മാലകൾ, വെളുത്തപ്പൂ മാത്രമായിട്ട്. അതുപോലെ കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ. ഒരു ഉണ്ടമാല എങ്ങനെ വെച്ചാൽ കഴുത്തിൻ്റെ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ തുളസിപ്പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന് അത് കഴിഞ്ഞാൽ നടുവിൽ കുറച്ച് നല്ലോണം തുളസി, പിന്നെ തെച്ചിപ്പൂ മാത്രമായിട്ട് താഴത്തേക്ക് പാതാരവിന്ദത്തിൽ എത്തുമ്പോഴേക്കും തുളസിപ്പൂക്കളായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല, നല്ല തടിച്ചൊരുണ്ടൊരു ഉണ്ടമാല. മറ്റേ ഉണ്ടമാല എങ്ങനെ വെച്ചാൽ വെളുത്ത അന്ത്യാർവട്ടപ്പൂ മാത്രമായിട്ടൊരു ഉണ്ടമാല, അതും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ 2 ഉണ്ടമാലകളും 2 തിരുമുടി മാലകളും ചാർത്തിരിക്കുന്നത്. അങ്ങനെ മഹാപ്രഭുവായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ്, ചതുർബാഹുവായിട്ട് നാരായണനായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ശ്രീലകത്ത്. നല്ല ഭംഗിയായിട്ട് തോന്നും, നല്ല സന്തോഷം തോന്നും നമുക്ക് കണ്ടാൽ തന്നെ. ഈ തിരുമുടിമാലകളൊക്കെ മുകളിൽ വിധാനമായിട്ട് താമരയും തുളസിയായിട്ടും വെളുത്തപ്പൂവും തുളസിയായിട്ടും തെച്ചിപ്പൂവും തുളസിയായിട്ട് ഒരു 3 ഉണ്ടമാലകൾ, പിന്നെ 2 ഉണ്ടമാലകൾ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂവ് മാത്രമായിട്ട് 2 ഉണ്ടമാലകൾ, പിന്നെ 5 ഉണ്ടമാലകളാണ് വിധാനമായിട്ട് ചാർത്തിരിക്കുന്നത്. എല്ലാം ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ശംഖും ചക്രം താമരപ്പൂക്കളായിട്ട് നിൽക്കണ പൊന്നു ഗുരുവായൂരപ്പനെ കാണാൻ നല്ല കൗതുക. 2 കൈകളിൽ താമരപ്പൂവാണ് കേട്ടോ, താഴത്ത് മുകളിൽ ശംഖും ചക്രം അങ്ങനെയായിട്ട് ഒക്കെ സ്വർണത്തിൻ്റെയാണ് വെച്ചിരിക്കുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. അപ്പീലിയോടെ കുഴലെന്ന പേരിൽ എന്തെങ്കിലും വല്ലതൊന്നു മാത്രം കണ്ടാലുടൻ കാരണമേതുമില്ലാതുൽക്കണ്ടയാൽ മടഞ്ഞിടുന്നു. ഉരുണ്ട് പോയി ഞാനിടയോളമെത്തിയതപ്പതിക്കില്ലിനി എന്ന മട്ടായി ഇതത്ര ആശ്വാസമെളുപ്പമാണോ ഞാനെത്തിയോര് നിലയെങ്കലെത്താൻ. ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നു ഗുരുവായൂരപ്പൻ ശംഖചക്രത്തോടു കൂടി താമരപ്പൂക്കളോടുകൂടി അനുഗ്രഹം ചൊരിഞ്ഞും കൊണ്ട് ആ ശ്രീലകത്ത് നിൽക്കണേ. ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദത്തിൽ അവിടെ വീണ് നമസ്കരിക്കുക. 2 തൃപ്പാദം മുറുകെ പിടിക്കുക. ഭക്തന്മാരായ നമുക്കുള്ളതാണ് ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദം 2ഉം. അത് മുറുകെ പിടിച്ചിട്ട് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, കൂടെ ഉണ്ടാവണേ, നാമം ജപിക്കാൻ തോന്നിക്കണേ, ഭക്തി ഉണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദം മുറുകൻ പിടിച്ച് തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. നമുക്ക് ജപിക്കല്ലേ നാമം. പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ട്. നാരായണ 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 ഹരേ ഹരേ.